പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6-ൻ്റെ ചാപ്റ്റർ 5-ലെ നെക്സ്റ്റ് പോർഷനാണ്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നോക്കിയേ, ജംപ് ജാക്ക് പോട്ട് എന്നാണ് അടുത്ത പോർഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുന്നതായിരുന്നു പഠിച്ചത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതാണ് ഈ ഒരു ഗെയിമിലൂടെ നമ്മൾ നോക്കുന്നത്. ജംബി ആൻഡ് ഗ്രംബി പ്ലേ എ ഗെയിം. ഗ്രംബി പ്ലേസസ് എ ട്രഷർ ഓൺ സം നമ്പർ. ഫോർ എക്സാമ്പിൾ, ഹീ മേ പ്ലേസ് ഇറ്റ് ഓൺ 24. അപ്പോൾ ജംബിയും ഗ്രംബിയും ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ഗ്രംബി എന്ത് ചെയ്യുന്നു? ഏതോ ഒരു നമ്പറിൽ ഒരു ട്രഷർ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ 24-ലായിരിക്കും അവൻ അത് പ്ലേസ് ചെയ്തത്. ജംബി ചൂസസ് എ ജംപ് സൈസ്. If he chooses 4, then he has to jump only on multiple of 4 starting 0. അപ്പോൾ ഗ്രംബിയാണ് ഈ ട്രഷർ പ്ലേസ് ചെയ്തത്. അപ്പോൾ ജംബി എന്ത് ചെയ്യുന്നു? ഒരു ജമ്പ് സൈസ് ചൂസ് ചെയ്യുന്നു. അവൻ ചൂസ് ചെയ്യുന്ന ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസിൽ മാത്രമേ അവന് ജമ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവൻ 4 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 4-ൻ്റെ മൾട്ടിപ്പിൾസിൽ മാത്രമേ അവന് ജമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ജംബി ഗെറ്റ്സ് ദ ട്രഷർ ഇഫ് ഹി ലാൻഡ്സ് ഓൺ ദ നമ്പർ വേർ ഗ്രംബി പ്ലേസ്ഡ് ഇറ്റ്. അപ്പോൾ ഈ ജംബിക്ക് എപ്പോഴായിരിക്കും ആ ട്രഷർ കിട്ടുക? ഇപ്പോൾ 24-ലാണ് ഗ്രംബി അത് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ജംബി ചാടി 24-ൽ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ അവന് ആ ട്രഷർ കിട്ടും. വിച്ച് ജംപ് സൈസസ് വിൽ ഗെറ്റ് ജംബി ടു ലാൻഡ് ഓൺ 24. അപ്പോൾ 24-ൽ ലാൻഡ് ചെയ്യാൻ ഏതൊക്കെ ജമ്പ് സൈസുകളായിരിക്കും ജംബിക്ക് കിട്ടുക? ഇഫ് ഹി ചൂസസ് 4, അവൻ 4 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എവിടെയൊക്കെ ജംബി ലാൻഡ് ചെയ്യും? 4-ൻ്റെ മൾട്ടിപ്പിൾസിലല്ലേ. അതായത് 4, 8, 12, 16, 20, 24, 28 ഇങ്ങനെയുള്ള നമ്പേഴ്സിലായിരിക്കും ജംബി ലാൻഡ് ചെയ്യുക. അപ്പോൾ 24-ൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ജമ്പ് സൈസുകളുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതാ നമുക്കിവിടെ ഒരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട്. അപ്പം ആദ്യം അവൻ 4 ആണ് ചൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 4-ൽ ലാൻഡ് ചെയ്തു. അടുത്തത് 8-ൽ ലാൻഡ് ചെയ്തു, 12-ൽ ലാൻഡ് ചെയ്തു, 16-ൽ ലാൻഡ് ചെയ്തു, 20-ൽ ലാൻഡ് ചെയ്തു, 24-ൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ജംപ് സൈസ് 4 എടുത്തു കഴിഞ്ഞാൽ ജംബിക്ക് എന്ത് കിട്ടും? ഈ ട്രഷർ കിട്ടും. ഇനി വേറെ ഏതൊക്കെ ജമ്പ് സൈസുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രഷർ കിട്ടുമെന്നുള്ളതാണ് നോക്കുന്നത്. ഇനി 2 എടുത്താൽ നോക്കിക്കേ. ഇവിടെ 2 എടുത്തു കഴിഞ്ഞാൽ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24. അപ്പോൾ 2 എടുത്തു കഴിഞ്ഞാലും ട്രഷർ കിട്ടും. അടുത്ത 3 എടുത്താലോ? 3 എടുത്ത് എന്താ? ഓറഞ്ച് ലൈനിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. 3 എടുത്തു കഴിഞ്ഞാലും 24-ലെത്തും. അടുത്തത് ഇതാ നോക്കിയാൽ 6 എടുത്താലും കിട്ടും കണ്ടോ. 6, 12, 18, 24. അപ്പോൾ 6 എടുത്താൽ കിട്ടും. അടുത്തത് 8 എടുത്താലും കിട്ടും. 8, 16, 24. അടുത്തത് 12 എടുത്താലും കിട്ടും. 12, 24. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് എടുത്താൽ കിട്ടും? 1 എടുത്താലും കിട്ടും. ഓക്കെ, 1 എടുത്താലും 1, 2, 3, 4 ഇങ്ങനെ ഓരോന്നിലും ചാടി എവിടെ എത്താം? 24-ലെത്താം. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് എടുത്താൽ കിട്ടും? 1 എടുത്താൽ കിട്ടും, 2 എടുത്താൽ കിട്ടും, 3 എടുത്താൽ കിട്ടും, 4 എടുത്താൽ കിട്ടും, 6-ൽ കിട്ടും, 8-ൽ കിട്ടും, 12-ൽ കിട്ടും, 24-ൽ കിട്ടും. ഓക്കെ, 24-ൽ ഡയറക്റ്റ് ജമ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്പേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 24-ൽ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയാൽ വാട്ട് അബൌട്ട് ജംപ് സൈസ് 1 and 24? അപ്പോൾ ഞാൻ പറഞ്ഞു 1-ൽ നമുക്ക് കിട്ടും, ചാടി പോവാം. 24-ൽ ഡയറക്റ്റ് എത്താം അല്ലേ. യെസ്, ദേ ഓൾസോ വിൽ ലാൻഡ് ഓൺ 24. ഇതും 24-ൽ ലാൻഡ് ചെയ്യും. അപ്പോൾ നോക്കിയത് നമ്പേഴ്സ് 1, 2, 3, 4, 6, 8, 12, 24 ഓൾ ഡിവൈഡ് 24 എക്സാക്ട്ലി. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത്രയും നമ്പേഴ്സുകൾ ചാടി വരുമ്പോൾ എവിടെ എത്തും? 24-ലെത്തും. അതിൻ്റെ അർത്ഥം ഈ നമ്പേഴ്സുകളെല്ലാം ഇതിൻ്റെ എല്ലാം മൾട്ടിപ്പിളാണ് എന്താ? 24 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ നോക്കിയാൽ 2 എടുക്കുകയാണെങ്കിൽ 2 എത്ര ടൈംസ് ചാടി? 12 ടൈംസ് അല്ലേ. 2 × 12 24 ആണ്.
3 എടുക്കുകയാണെങ്കിലോ 3 ഇൻറ്റു 8 24 ആണ്. 8 ടൈംസ് ജമ്പ് ചെയ്തു. 4 എടുക്കുകയാണെങ്കിൽ 6 ടൈംസ് ജമ്പ് ചെയ്തു അല്ലേ. 6 4s are 24. 8 എടുക്കുകയാണെങ്കിൽ 3 ടൈംസ് ജമ്പ് ചെയ്തു. പിന്നെന്താ ഉള്ളത്? 12 എടുക്കുകയാണെങ്കിൽ 2 ടൈംസ് ജമ്പ് ചെയ്തു. അടുത്തത് 24 എടുക്കുകയാണെങ്കിൽ 1 ടൈംസ് ജമ്പ് ചെയ്തു. 1 എടുക്കുകയാണെങ്കിൽ 24 ടൈംസ് ജമ്പ് ചെയ്തു. അപ്പോൾ ഇതായി റിപ്പീറ്റ് ചെയ്ത് വരുന്നു ഒന്നും എഴുതണ്ട. 1 ഇൻറ്റു 24 24 ഇൻറ്റു 1 ഇത് 2 ടൈംസ് എഴുതേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നോക്കിയേ ഇതിൻ്റെ അർത്ഥം എന്താണ്? 1 2 3 4 8 12 24 ഇതെല്ലാം ഇതിൻ്റെ എല്ലാം മൾട്ടിപ്പിൾ ആണ് എന്ത്? 24 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് വേണമെങ്കിലും പറയാം, ഈ 24നെ എല്ലാം നമുക്ക് ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. 24 ഡിവൈഡഡ് ബൈ 1 ഈസ് 24. 24 ഡിവൈഡഡ് ബൈ 2 ഈസ് 12. 24 ഡിവൈഡഡ് ബൈ 3 ഈസ് 8. 24 ഡിവൈഡഡ് ബൈ 4 ഈസ് 6. 24 ഡിവൈഡഡ് ബൈ 8 ഈസ് 3. 24 ഡിവൈഡഡ് ബൈ 12 ഈസ് 2. 24 ഡിവൈഡഡ് ബൈ 24 ഈസ് 1. കണ്ടല്ലോ. അപ്പോൾ ഈ നമ്പർ കൊണ്ടെല്ലാം നമുക്ക് 24നെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദീസ് നമ്പേഴ്സ് ഓൾ ഡിവൈഡ്സ് 24 എക്സാക്ട്ലി. ഈ നമ്പർ കൊണ്ടെല്ലാം 24നെ നമുക്ക് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. റീകോൾ ദാറ്റ് സച്ച് നമ്പേഴ്സ് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓർ ഡിവൈസേഴ്സ് ഓഫ് 24. ഈ നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒന്നെങ്കിൽ 24ൻ്റെ ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 24ൻ്റെ ഡിവൈസേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഗ്രംബി ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ദി ഗെയിം. 2 ട്രഷേഴ്സ് ആർ കെപ്റ്റ് ഓൺ 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ്. ഇപ്പോൾ ഗ്രംബി ലെവലിൻ്റെ ഗെയിം ഇൻക്രീസ് ചെയ്തു. 2 ട്രഷറുകൾ 2 ഡിഫറെൻറ്റ് നമ്പേഴ്സിൽ അവൻ വെച്ചു. ജംബി ഹാസ് ടു ചൂസ് എ ജംപ് സൈസ് ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. അപ്പോൾ ജംബി എന്ത് ചെയ്യണം? ഒരു ജംപ് സൈസ് തിരഞ്ഞെടുക്കണം, എന്നിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ആ ഒരു ജംപ് സൈസിൽ മാത്രമേ ചാടാൻ പാടുള്ളൂ. ജംബി ഗെറ്റ്സ് ദ ട്രഷർ ഓൺലി ഇഫ് ഹി ലാൻഡ് ഓൺ ബോത്ത് ദ നമ്പേഴ്സ് വിത്ത് ദ ചോസൺ ജംപ് സൈസ്. അപ്പോൾ ജംബിക്ക് ഈ ട്രഷർ കിട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? 2 നമ്പേഴ്സിലും ലാൻഡ് ചെയ്യണം. അപ്പോൾ 2 ട്രഷേഴ്സ് അവൻ 2 ഡിഫറെൻറ്റ് നമ്പേഴ്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ജംബിക്ക് അത് കിട്ടണമെങ്കിൽ ജംബി ആ ചൂസ് ചെയ്യുന്ന ജമ്പ് സൈസ് കൊണ്ട് 2 നമ്പേഴ്സിലും ലാൻഡ് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിയാൽ ഗ്രംബി ഹാസ് കെപ്റ്റ് ദ ട്രഷർ ഓൺ 14 ആൻഡ് 36. അപ്പോൾ ഗ്രംബി അത് 2 നമ്പേഴ്സിൽ വെക്കുന്നു എന്ന് പറഞ്ഞ എവിടേക്കാണ്? 14ലും 36ലും വെക്കുന്നു. അപ്പോൾ ജംബി ജംപ് സൈസ് 7 ആയിട്ട് ചൂസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ജംബി ഈ 7 കൊണ്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 ട്രഷേഴ്സിലും അവന് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജംപ് സൈസ് 7 ആണ്. അപ്പോൾ എവിടേക്ക് എത്തും? 7ൻ്റെ മൾട്ടിപ്പിൾസിൽ വരും അല്ലേ. 7 14 21 28 35 42 ഇങ്ങനെ വരും. അപ്പം 14 ഉണ്ട്. 14ൽ ലാൻഡ് ചെയ്തു, പക്ഷേ 36 ഇല്ല. ഇവിടെ 35 ആണ്. 36ൽ ലാൻഡ് ചെയ്താൽ മാത്രമേ അവൻ എന്ത് കിട്ടത്തുള്ളൂ? ഈ ട്രഷർ കിട്ടത്തുള്ളൂ. ഓക്കെ. അത് അപ്പോൾ 36ൽ വരാഞ്ഞത് കൊണ്ട് എന്തില്ല? അവൻ ആ ട്രഷർ ഇല്ല. അപ്പോൾ ഏത് ജംപ് സൈസ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 14ലും 36ലുമാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. 14ൻ്റെയും 36ൻ്റെയും ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണോ ആ ജമ്പ് സൈസ് എടുത്താൽ 2 നമ്പറിലും ലാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 14ൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 1 × 14 = 14. ഏതൊക്കെ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 14 വരുന്നതെന്ന് നോക്കുക. ഇനി 2 കൊണ്ട് പറ്റുമോ? 2 × 7 14. ഇനി അടുത്തത് 3 ഇല്ല. 3യുടെ ടേബിളിൽ 14 ഇല്ല. 4ൻ്റെ ടേബിളിലില്ല. 5 ഇല്ല. 6 ഇല്ല. അടുത്തത് 7 × 2 14. അപ്പോൾ ദാ ഇവിടെ നോക്കിയേ, 2 × 7ഉം 7 × 2ഉം സെയിം നമ്പേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട, ഇവിടെ വരെ മാത്രം മതി. ഈ തന്നിരിക്കുന്ന 4 നമ്പേഴ്സാണ് 14ൻ്റെ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? 1 2 7 14. അപ്പോൾ 2ൻ്റെ ഫാക്ടേഴ്സ് 1 2 7
14 വന്നു. ഇനി നമുക്ക് 36ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ 1 ഇൻറ്റു 36 ഈസ് ഈക്വൽ ടു 36, 2 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു 36, 3 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 36, 4 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 36, 6 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 36. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏത് നമ്പർ വരും? 7-ലില്ല, 8-ലില്ല, പിന്നെ 9 ഇൻറ്റു 4. അപ്പോൾ ഇവിടെ നമ്മളത് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 36ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 2 3 4 6, 9 12 18 36. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതത്തില്ല കേട്ടോ. അപ്പോൾ 1 2 3 4 6 9 12 18 36. കണ്ടല്ലോ, രണ്ടിൻ്റെയും ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 14ലും 36ലും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 1ഉം 2ഉം മാത്രമേ 14ലും 36ലും ലാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ജമ്പി ഈ ഏതെങ്കിലും ഒരു ജമ്പ് സൈസ് ചൂസ് ചെയ്താൽ മാത്രമേ ജമ്പിക്ക് ട്രഷർ കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? The jump size using which both the treasures can be reached are the common factors of the two numbers where the treasure are placed. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സ് എടുത്തിട്ട് ജമ്പ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചെഴുതും. അതിൽ രണ്ടിലുമുള്ളത് ഏതാണോ അതാണ് കോമൺ ഫാക്ടേഴ്സ്. ഓക്കെ. What jump size can reach both 15 and 30? There are multiple jump size possible. Try to find them all. അപ്പോൾ 15ൻ്റെയും 30യുടെയും കൂടെ വരുന്ന ജമ്പ് സൈസ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 15ൻ്റെ ഫാക്ടേഴ്സും 30യുടെ ഫാക്ടേഴ്സും എഴുതിയാൽ നമുക്ക് കണ്ടുപിടിക്കാം. 15ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 15. 2-ൽ വരത്തില്ല. 3 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 15. 5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 15. അത് നമ്മൾ എഴുതണ്ട, ഓൾറെഡി നമ്മളിവിടെ എഴുതി. അപ്പോൾ 15ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ എഴുതാം? 15ൻ്റെത് 1 3 5 15. അടുത്ത 30യുടേത് എന്ത് വരും? 1 ഇൻറ്റു 30, 2 ഇൻറ്റു 15, 3 ഇൻറ്റു 10, 5 ഇൻറ്റു 6. അടുത്തത് 6 ഇൻറ്റു 5 വരും. അപ്പോൾ അത് നമുക്ക് വേണ്ട. അപ്പോൾ 30യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 2 3 5 6 10 15 30. ഇത്രയുമാണ് 30യുടെ ഫാക്ടേഴ്സ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 15 ഉണ്ട്. അപ്പോൾ ഇവിടെ the jump size that reach both 15 and 30 are 1 3 5 and 15. The common factors of 15 and 30. മനസ്സിലായല്ലോ? ഇങ്ങനെ നിങ്ങൾ കോമൺ ഫാക്ടേഴ്സ് നോക്കിയിട്ട് കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കുക. എനിക്ക് ലുക്ക് അറ്റ് ദ ടേബിൾ ബിലോ. വാട്ട് ഡു യു നോട്ടീസ്? അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിലെന്താണ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നതെന്ന് പറയണം. അപ്പോൾ നോക്കിയേ, ഇവിടെ ചില നമ്പേഴ്സ് നമുക്ക് ഷെയ്ഡഡ് ആയിട്ട് തന്നിട്ടുണ്ട്, ചിലത് സർക്കിൾ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം. ഈസ് ദർ എനിത്തിങ് കോമൺ എമംഗ് ദ ഷെയ്ഡഡ് നമ്പേഴ്സ്? ഷെയ്ഡഡ് ആയിട്ട് തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? 33 36 39 42 45 48 51 54 57 60 63 66 69 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഷെയ്ഡഡ് നമ്പേഴ്സ് എന്താണ്? നോക്കിയാൽ 33യുടെ 3 ആഡ് ചെയ്താൽ 36, 36ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ 39. അപ്പോൾ ഇതെന്താണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുണ്ട്. എന്താണ്? ദ ഷെയ്ഡഡ് നമ്പേഴ്സ് ആർ ദി മൾട്ടിപ്പിൾസ് ഓഫ് 3 സ്റ്റാർട്ടിങ് ഫ്രം 33. അടുത്ത എന്താ? ഈസ് ദർ എനിത്തിങ് കോമൺ എമംഗ് ദി സർക്കിൾഡ് നമ്പേഴ്സ്? ഈ സർക്കിൾഡ് നമ്പേഴ്സിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? 32 36 40 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. 44 48 ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് വന്നിട്ടുള്ളത് അല്ലേ. 8 4s are 32, 9 4s are 36, 10 4s are 40, 11 4s are 44, 12 4s are 48. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ദ സർക്കിൾഡ് നമ്പേഴ്സ് ആർ ദി മൾട്ടിപ്പിൾസ് ഓഫ് 4
സ്റ്റാർട്ടിങ് ഫ്രം 32. അടുത്തത് വിച്ച് നമ്പേഴ്സ് ആർ ബോത്ത് ഷെയ്ഡഡ് ആൻഡ് സർക്കിൾ, വാട്ട് ആർ ദീസ് നമ്പേഴ്സ് കോൾഡ്. അപ്പോൾ ചില നമ്പേഴ്സ് ഷെയ്ഡ് ചെയ്തതിനകത്ത് നമുക്ക് സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ നമ്പേഴ്സിനെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ നമ്പേഴ്സാണ്? 36 ഉണ്ട്, 48 ഉണ്ട്, 60 ഉണ്ട്. ഈ 3 നമ്പേഴ്സാണുള്ളത് അല്ലേ. ഈ 3 നമ്പേഴ്സ് അപ്പോൾ എന്താണ്? ഗ്രീൻ എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾസ് ആണ്, അതായത് ഷെയ്ഡഡ് പോർഷൻ. സർക്കിൾ എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾസുമാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് വന്നാൽ അതെന്താണ്? 3ൻ്റെയും 4ൻ്റെയും കൂടെ മൾട്ടിപ്പിൾസ് ആണ്, അതായത് കോമൺ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? 36, 48 ആൻഡ് 60. വാട്ട് ആർ ദീസ് നമ്പേഴ്സ് കോൾഡ്? ഈ നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 3 and 4 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കോമൺ മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കോമൺ മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പേഴ്സ് എഴുതുക, എന്നിട്ട് 2 നമ്പറിനും കൂടെ കോമൺ ആയിട്ടുള്ളത് എഴുതുക. അതാണ് കോമൺ മൾട്ടിപ്പിൾസ്. കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഞാൻ കാണിച്ചതുപോലെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ ഏതൊക്കെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ നമ്പർ കിട്ടുക എന്ന് നോക്കുക. എന്നിട്ട് അതിനെ നമ്മളിവിടെ എഴുതിയിട്ട് അതിൽ കോമൺ ആയിട്ട് വരുന്നതാണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.